കാശ്മീർ യാത്രയുടെ 3-ാം ദിവസം ബാംഗ്ലൂരിൽ നിന്ന് ഞങ്ങൾ അതിരാവിലെ തന്നെ പുറപ്പെട്ടു. ഏകദേശം 600 കിലോമീറ്ററോളം വന്ന് കവർ ചെയ്യാനുണ്ട്. ഹൈദരാബാദിലാണ് എത്തേണ്ടത്. ആന്ധ്ര, തെലങ്കാന എല്ലാം കവർ ചെയ്യണം. അതുകൊണ്ട് തന്നെ മാക്സിമം നേരത്തെ ഇറങ്ങി. പിന്നെ ഹൈവേ ആയതുകൊണ്ട് തന്നെ അധികം ബ്ലോക്കൊന്നും വരുന്നില്ലല്ലോ. അതുകൊണ്ട് മാക്സിമം നേരത്തെ നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എങ്കിൽ പോലും തലേ ദിവസം വരെ ഞങ്ങൾ രാമാനന്ദ്ജിയെ ഫോളോ ചെയ്ത്, നമ്മുടെ ടീം ക്യാപ്റ്റൻ രാമാനന്ദ്ജിയെ ഫോളോ ചെയ്താണ് പൊയ്ക്കൊണ്ടിരുന്നത്. പിന്നെ അത് നടക്കില്ല എന്ന് മനസ്സിലായി. കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോരുത്തരും ഓരോ സ്പീഡാണ് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരുമിച്ച് കവർ ചെയ്ത് വരാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഗൂഗിൾ മാപ്പ് ഇട്ട് എല്ലാവരും ആ ലക്ഷ്യത്തിലേക്ക് സമയത്തിനുള്ളിൽ എത്തുക എന്നുള്ള ഇത് കണക്കാക്കിയാണ് പിന്നെ പോയത്. ഞങ്ങൾ പോകുന്ന വഴിക്ക് കണ്ടൊരു വണ്ടിയാണ് കേട്ടോ. അയ്യോ, രക്ഷയില്ല. പുള്ളി സ്കൂട്ടറാണ്. നമ്മളെക്കാട്ടി ഭയങ്കര സ്പീഡിൽ പറക്കും. അത് ഞങ്ങൾ ഒരു വിധം കൊണ്ട് എത്തിയതാണ്. പിന്നെ പോകുന്നിടയ്ക്കത് ഞങ്ങൾക്ക് ടെൻഷനായ ഒരേ ഒരു കാര്യമുണ്ട്. ഈ ട്രാക്ടർ ഈ വണ്ടിയിൽ ഇങ്ങനെ വെച്ച് പോകുമ്പോഴേ നമുക്ക് കാണുമ്പോൾ കെട്ടിയിട്ടൊക്കെ ഉണ്ട്, കെട്ടിവെച്ചിട്ടൊക്കെ ഉണ്ട്. എങ്കിൽ പോലും എനിക്കത് അടുത്തെത്തുമ്പോൾ ഈശ്വര, അത് നമ്മുടെ വണ്ടിയിൽ കൂടെ അങ്ങനെ വീഴുമെന്നൊക്കെയുള്ള ടെൻഷനാണ്. വേഗം കവർ ചെയ്ത് പോകാൻ തോന്നുന്നു, പേടി തോന്നുന്നു ഇങ്ങനെ വെച്ച് പോകുന്ന സമയത്ത്. പിന്നെ ഞങ്ങളത് ബ്രേക്ക്ഫാസ്റ്റ് അല്ല കേട്ടോ, ഇത് ഞങ്ങളുടെ രാവിലത്തെ സ്നാക്സാണ്. ഞങ്ങൾക്ക് ബാംഗ്ലൂരിൽ നിന്ന് അവർ പാക്ക് ചെയ്ത് തന്നു വിട്ടാണ്. നല്ല അടിപൊളി സ്നാക്സ് ആണ്. ശരിക്കും ഞങ്ങൾക്കിത് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെയായിരുന്നു. ഫ്രൂട്ട്സും സാൻഡ്വിച്ചും ഒക്കെ ആയിരുന്നു. നല്ലൊരു ലൊക്കേഷൻ കിട്ടിയപ്പോൾ ഞങ്ങൾ അവിടെ നിർത്തി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ടാണ് പിന്നെ എല്ലാവരും ഡ്രൈവ് ചെയ്ത് കറക്റ്റ് ആ സമയത്തിനുള്ളിൽ ഞങ്ങൾ അവിടെ എത്തി. എന്നിട്ട് ഞങ്ങളിതുപോലെ ജനം ടി വി ലൈവൊക്കെ കൊടുത്തതിന് ശേഷമാണ് അവിടെ നിന്ന് പോയത്. കുറേ നേരം ഞങ്ങൾ അവിടെ ഇരുന്ന് കേട്ടോ. നല്ല വെയിലാണെങ്കിലും നല്ലൊരു അറ്റ്മോസ്ഫിയർ ഉള്ള സ്ഥലമായിരുന്നു. പിന്നെ ഞാൻ അവിടെ നിന്ന് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഉള്ള സ്ഥലം വരെ ഞാനാണ് കേട്ടോ ഡ്രൈവ് ചെയ്തത്. ഭയങ്കര, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഞാൻ വീഡിയോ ഇട്ടിരുന്നു, ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പം പിന്നെ കുറേ നേരം ഡ്രൈവ് ചെയ്ത് ഹൈവേ ആയതുകൊണ്ട് നമുക്ക് ഇച്ചിരി പേടിക്കാണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. അത് ഭയങ്കര ധൈര്യം തന്നെയായിരുന്നു. ശരിക്കും ഇവിടെ ആയിരുന്നു കേട്ടോ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്. അനന്തപൂർ ഇസ്കോൺ ടെമ്പിൾ ഇവിടെ വെച്ചായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്. ഞങ്ങൾക്ക് ശരിക്കും വിശപ്പൊന്നും ആയില്ലായിരുന്നു. നേരത്തെ കഴിച്ച സ്നാക്സ് അത്യാവശ്യം നല്ല സ്നാക്സ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ വിശപ്പായിട്ടില്ല. അതുകൊണ്ട് ജസ്റ്റ് ഞങ്ങളൊരു ചായയും വടയും മാത്രം കഴിച്ചതേ ഉള്ളൂ. ബ്രേക്ക്ഫാസ്റ്റ് വേറെ പിന്നെ ഒന്നും കഴിച്ചില്ല. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ പോയത് ഞങ്ങൾ ഏറ്റവും ആഗ്രഹിച്ച ഒരു വ്യക്തിയെ കാണാനാണ്. കർണൂലിലേക്കാണ് പോയത്. ശ്രീ അവധൂത നാഥാനന്ദജി, അദ്ദേഹത്തെ കാണാനായിട്ട് ഞങ്ങൾ പോയത്. എന്താ പറയുക, എത്രയോ നാളുകളായിട്ട് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നൊരാഗ്രഹമായിരുന്നു അദ്ദേഹത്തെ കാണുക എന്നുള്ളത്. രാംജി മോഹൻലാലുമായിട്ട് ലാലേട്ടനുമായിട്ട് അവിടെ പോയിട്ടുള്ള ഫോട്ടോസൊക്കെ പോസ്റ്റ് ചെയ്ത് കണ്ടപ്പോൾ തൊട്ട് ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അദ്ദേഹത്തെ ഞങ്ങൾക്ക് നേരിട്ട് കാണണം എന്നുള്ളത്. ഞങ്ങൾക്ക് അവിടെ ചെന്ന് കിട്ടിയ സ്വീകരണം എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു സ്വീകരണം. 5 സ്റ്റാർ സദ്യയൊക്കെ ആയിരുന്നു. ഞങ്ങളുടെ മോനെയൊക്കെ പ്രത്യേകം അനുഗ്രഹിച്ച് പൊന്നാടയൊക്കെ അണിയിച്ചാണ് അദ്ദേഹം വിട്ടത്. പിന്നെയും വൈകിട്ട് അവിടെ ഒരു സ്കൂളിൽ സ്വീകരണം ഉണ്ടായിരുന്നു. അതിനും അദ്ദേഹം എത്തി. അവിടെ വെച്ചും സ്വീകരണം പൊന്നാടയൊക്കെ അണിയിച്ചു. ഭയങ്കര ഒരു അനുഗ്രഹമായിട്ട് ഞങ്ങൾ അതിനെ കാണുന്നു. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ പോയത് തെലങ്കാനയിലെ ശങ്കരാചാര്യരുടെ ആശ്രമത്തിലേക്കാണ്. അവിടെയാണ് ഞങ്ങൾക്ക് രാത്രിയിലത്തെ ഫുഡെല്ലാം അറേഞ്ച് ചെയ്തിരുന്നത്. രാത്രി അത്യാവശ്യം നന്നായിട്ട് ലേറ്റായിരുന്നു. അവിടെയൊക്കെ ചെന്നപ്പോൾ നമ്മളെ സ്വീകരിക്കുന്ന ഒരു രീതി, എത്രത്തോളം ഒരു കുങ്കുമൊക്കെ നമ്മുടെ നെറ്റിയിൽ തൊട്ടുകൊണ്ടാണ് നമ്മൾ അകത്തേക്ക് സ്വീകരിച്ചത്. അവിടെ ചെറിയൊരു മീറ്റിങ്ങൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ രാത്രി അത്യാവശ്യം നന്നായിട്ട് ലേറ്റായിരുന്നു ഹൈദരാബാദിലേക്ക് പോയത്. ഹൈദരാബാദ് സിറ്റി ആ സമയത്ത് വരെ നല്ല ബ്ലോക്കായിരുന്നു. നമ്മൾ പിന്നെ ഇത്രയും പേര് ഒരുമിച്ച് പോകുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നല്ല ബ്ലോക്കായിരുന്നു. ഞങ്ങൾ അത്യാവശ്യം നന്നായിട്ട് ലേറ്റായിട്ടാണ് നമ്മൾ അവസാനം ഹൈദരാബാദ് എത്തിയത്. അവിടെ ഒരു വലിയൊരു സ്കൂളിലായിരുന്നു ഞങ്ങൾക്കുള്ള സ്റ്റേ ഒക്കെ അറേഞ്ച് ചെയ്തിരുന്നത്. രാത്രി നല്ല ലേറ്റായിട്ടാണ് കേട്ടോ ഞങ്ങൾ സ്റ്റേ എത്തിയത്. ബാക്കി നാളെ കാണാം.